ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തോടുള്ള ഭക്തിയും ആരാധനയും ഒക്കെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇവ അമിതമായാലും, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള വെറും പ്രകടനമായാലും, അതല്ല വെറും ചടങ്ങുകളായാലും അതിൻ്റെ അന്തസത്ത നഷ്ടമാകും. ലേവ്യ പുസ്തകം 16 പറയുന്നതനുസരിച്ച് യഹൂദന്മാർക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു ഉപവാസം നിർബന്ധം, അതായത് പ്രായശ്ചിത്ത ദിവസം. എന്നാൽ കാലം കടന്നുപോയപ്പോൾ അവരിലെ ഒരു വിഭാഗമായ പരീശന്മാർ തങ്ങൾ സാധാരണക്കാരേക്കാൾ കൂടുതൽ ഭക്തിയുള്ളവരാണെന്ന് സ്വയം സ്ഥാപിക്കാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്ന പതിവ് തിരഞ്ഞെടുത്തു. യഹൂദ പാരമ്പര്യമനുസരിച്ച് തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലായിരുന്നു ഈ ഉപവാസം. കേവലം ഭക്തിയല്ല, മറിച്ച് ആ ദിവസങ്ങളിലെ സാമൂഹിക സാഹചര്യം കൂടിയായിരുന്നു അവരുടെ ലക്ഷ്യം. തിങ്കളും വ്യാഴവും യഹൂദന്മാരുടെ ചന്ത ദിവസങ്ങളായിരുന്നു. നഗരത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഒത്തുകൂടുന്ന ഈ ദിവസങ്ങളിൽ ഉപവസിക്കുന്നതിലൂടെ തങ്ങളുടെ വിശുദ്ധി പരസ്യമായി പ്രദർശിപ്പിക്കാൻ അവർക്ക് എളുപ്പമായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നത് നല്ലതായിരുന്നെങ്കിലും അവരുടെ ലക്ഷ്യം മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശനമായിരുന്നതിനാൽ ക്രിസ്തു ഇത്തരം കപടതയെ സുവിശേഷങ്ങളിലുടനീളം നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ ബാഹ്യപ്രകടനങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ്. ഇന്ന് നമ്മുടെ നോമ്പാചരണങ്ങളിലേക്ക് നോക്കിയാൽ ഈ പരീശന്മാരുടെ ആധുനിക പതിപ്പുകൾ നമുക്ക് കാണാം. സോഷ്യൽ മീഡിയയുടെ കാലത്ത് നോമ്പും ഉപവാസവും പലപ്പോഴും ഒരു ഡിജിറ്റൽ പ്രദർശനമായി മാറിയിരിക്കുന്നു. താൻ ഉപവസിക്കുകയാണെന്ന് ലോകത്തെ അറിയിക്കാൻ സ്റ്റാറ്റസുകളും പോസ്റ്റുകളും ഉപയോഗിക്കുന്നവർ പണ്ട് ചന്ത ദിവസങ്ങളിൽ തെരുവിൽ നിന്ന പരീശന്മാരുടെ അതേ പാതയിലാണ്. നോമ്പെടുക്കുന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഈ വ്യഗ്രതയിൽ ഉപവാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ ദൈവത്തോടുള്ള രഹസ്യമായ സംഭാഷണം ഇല്ലാതാകുന്നു. മാംസാഹാരം ഉപേക്ഷിക്കുമ്പോഴും അതിനേക്കാൾ വില കൂടിയതും രുചികരവുമായ നോമ്പ് വിഭവങ്ങൾക്കായി സമയം ചെലവഴിക്കുന്നതും ഒരുതരം ആത്മീയ വഞ്ചനയാണ്. വയറിനെ പട്ടിണിക്കിടുകയും എന്നാൽ ഹൃദയത്തിൽ അസൂയയും വിദ്വേഷവും പകരുകയും ചെയ്യുന്നവർ വസ്ത്രം കീറുന്നവരാണ്, ഹൃദയമല്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതി മാത്രം പള്ളിയിൽ പോകുന്നവരും ഭക്തിയേക്കാൾ ഉപരിയായി ഒരാചാരം എന്ന നിലയിൽ മാത്രം നോമ്പ് നോക്കുന്നവരും ഇതേ കപടതയുടെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിലും ഇത്തരം കപടതയുടെ മുഖംമൂടികൾ അഴിച്ചു മാറ്റേണ്ടിയിരിക്കുന്നു. ഹൃദയമാറ്റമില്ലാത്ത ഏതൊരാചാരവും ദൈവത്തിന് മുൻപിൽ വെറും ശബ്ദകോലാഹലം മാത്രമാണ്. ദൈവത്തിനറിയാവുന്നത് നമ്മുടെ ഉള്ളിലെ സത്യസന്ധതയാണ്, അല്ലാതെ ലോകത്തിനു മുമ്പിൽ കെട്ടിയാടപ്പെടുന്ന വേഷപ്പകർച്ചകളല്ല. ഈ നോമ്പുകാലം ബാഹ്യമായ പ്രകടനങ്ങൾക്കപ്പുറം തകർന്നുപോയ നമ്മുടെ ആത്മീയ ബന്ധങ്ങളെ ഹൃദയനൈർമല്യത്തോടെ പണിതുയർത്തുവാനുള്ള ഒരു പുണ്യയാത്രയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കും. ിടുമ്പോൾ നടത്തിയ വഴികളെയോർത്തിടുമ്പോൾ കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ